നമസ്കാരം. പോയ തവണത്തെ തൃശ്ശൂർ പൂരം ഒരു പൂരമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിലായിരുന്നു തൃശ്ശൂർ പൂരവും കടന്നു വന്നത്. പൂരം അങ്ങനെ ഈ എടങ്കോലിട്ടു. ആരാണ് അത് ചെയ്തതെന്നുള്ളതും ഏത് തരത്തിലുള്ള നീക്കമായിരുന്നു അതിൻ്റെ പിന്നിലെന്നും ഏവർക്കും, രാഷ്ട്രീയ ബോധമുള്ള ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി പാർലമെൻറ്റിലെത്തുകയും കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു. പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തെ സുരേഷ് ഗോപി അങ്ങ് എടുത്തിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം സുരേഷ് ഗോപിയോ കേന്ദ്ര മന്ത്രിയോ അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രമോ ഇനി പിണറായി വിജയനോ ആരും തന്നെ ഏറ്റെടുക്കേണ്ടതായ കാര്യമില്ല. കാരണം ഇത് പാറമ്മേക്കാവും തിരുവമ്പാടി ദേവസ്വവും അവരുടെ ഒരു പ്രധാനപ്പെട്ട ആചാരപരമായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നതാണ്. അതിന് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട്. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഒരു മുന്നറിയിപ്പും ഒന്നും വേണ്ട. ഇന്ന ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കുന്ന അത്രയും സമയം അതിൻ്റെ കൃത്യത പാലിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെയാണ് പിണറായി വിജയൻ തൻ്റെ പോലീസുകാരെ അഴിഞ്ഞാട്ടത്തിന് അങ്ങോട്ട് വിട്ടത്. അങ്ങനെ അത് മറ്റൊരു തരത്തിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി പറയുന്നത് പൂരം പഴയ പെരുമയോടെ തന്നെ നടത്തുമെന്നാണ്. പണ്ട് പൂരം പിണങ്ങിപ്പോയതിൻ്റെ പേരിലാണ് നമുക്കറിയാമല്ലോ ആറാട്ടുപുഴ പൂരവും ഉണ്ടായി. ഇനി അതുപോലെ തൃശ്ശൂരിലെ പൂരം ഇനി സുരേഷ് ഗോപി ഇടപെട്ട് ആ പൂരത്തിൻ്റെ ഒരു ഭാഗം തിരുവനന്തപുരത്തേക്കും കൊണ്ടുവന്ന് തിരുവനന്തപുരം പൂരം എന്നും അറിയപ്പെടുമോ, അതോ ഡൽഹിക്ക് കൊണ്ടുപോകുമോ എന്നാണ് അറിയേണ്ടത്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്ത സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി പ്രകാരം പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ തൻ്റെ വിജയം ജനങ്ങളുടെ വിജയമായിരുന്നെന്നും അവരാണ് തീരുമാനിച്ചതെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. ഒരു ചെറിയ സംഘർഷം പോലുമില്ലാതെ തൃശ്ശൂർ പൂരം മനോഹരമായി നടത്തിയിരുന്ന, അത് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഹിതകരമല്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി. പൂരം ജനങ്ങളുടെയും പൂരപ്രേമികളുടെ അവകാശമാണ്. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ. അത് നിയമമാണ്. ഇതിൽ വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ കോടതിയെ വിഷയം ധരിപ്പിക്കുന്നതിന് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തി പൂരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത്. സമാനമായി 4-5 യോഗങ്ങളും ഉണ്ടാവും. ജനങ്ങളുടെ ഉത്സവമായി പൂരത്തെ മാറ്റണം. ഇക്കാര്യം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ തന്നെ അയച്ചു. സ്ഫോടക വസ്തുക്കളും ശബ്ദവും വെളിച്ചവും മറ്റുമായി ബന്ധപ്പെട്ട വിദഗ്ധർ എന്നിവരെയും കേന്ദ്രം അയച്ചിട്ടുണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പൂരം പോലീസിന്റെ അമിത നിയന്ത്രണങ്ങൾ മൂലം വലിയ വിവാദമായിരുന്നു. തുടർന്ന് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റുകയും ചെയ്തു. കമ്മീഷണർ പൂരക്കാരെ തടയുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലായിരുന്നു നടപടി. ഇനി അപ്പോൾ ഈ വരും വർഷം ഏതു തരത്തിലാണ്? പോലീസിൻ്റെ പൂരമാണോ, അതോ കേന്ദ്ര സംഘത്തിൻ്റെ പൂരമാണോ, അതോ തൃശ്ശൂർക്കാരുടെ തനിമയുള്ള പൂരമാണോ എന്നുള്ളത് നമുക്കിനിയും, അതായത് കാണാൻ പോകുന്ന പൂരം നമുക്ക് പറഞ്ഞറിയിക്കേണ്ടല്ലോ.